നയിച്ചും നിയന്ത്രിച്ചും മുന്നോട്ട് പോകുന്നത്. ആ ഘടകങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള നിയതമായ രൂപരേഖയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതിൽ ചില സമയങ്ങളിൽ പരിമിതികൾ സംഭവിക്കുമ്പോൾ അത് പരിശോധിക്കും. കൂടുതൽ കേന്ദ്രീകരണം വന്നാൽ അതും ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. നേരെ തട്ടിൽ അരാജകമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതും പരിശോധിക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി CPM-ന്റെ ഈ പറയുന്ന പോലെ ആശയങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏക വ്യക്തി കേന്ദ്രീകൃതമായി പോയതുകൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം ഉണ്ടായത് എന്ന് വിലയിരുത്താൻ കഴിയും. അത് ഞങ്ങളോടുള്ള വിരോധം കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പാർട്ടിയിൽ ഒരു തീരുമാനം, എത്ര വലിയ വ്യക്തിയായാലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പാർട്ടിയിൽ തീരുമാനങ്ങളെടുത്ത് അതവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. സ്വാഭാവികമാണ് വ്യക്തികൾ അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ രാഷ്ട്രീയമായ ഉൾക്കരുത്ത്, അതൊക്കെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാവും എന്നല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തുന്ന പ്രവർത്തന രീതിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അത് കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുക. ആ പ്രവർത്തന പരിമിതികളിൽ ഞങ്ങൾ പരിശോധിക്കും. അതിൽ ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെയും പരിശോധിക്കും. അസാധാരണമായ സാഹചര്യമാണ്. അത് ഞാൻ നേരെ വയ്യൊന്നായിരിക്കും. ഞാൻ എൻ്റെ മറുപടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്താകൃതിയിൽ സഞ്ചരിക്കേണ്ട, നേരേഖ്യത്തിന് സഞ്ചരിച്ചിട്ട് അവസാനം ഇവിടെ എത്തുന്നു എന്നതാണ് അതിൻ്റെ ശരിയാർത്ഥം.